അന്നും എന്നും കൊള്ളക്കാർ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രമുണ്ട്. വലിയ മീശയും പ്രത്യേകതരം വസ്ത്രവും കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു രൂപം. എന്നാൽ ഇതിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു തോക്കുണ്ടാകും. സാധാരണ തോക്കല്ല, അതൊരു AK-47 ആയിരിക്കും. പലതരം തോക്കുകൾ ഉണ്ടെങ്കിലും കണ്ട മാത്രയിൽ തന്നെ അതിൻ്റെ വിഭാഗം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതെ, 1949 മുതൽ ഇന്ന് 2024 വരെ സജീവമായി ഉപയോഗിക്കുന്ന 75 വർഷം പഴക്കമുള്ള AK-47 കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ യുവർ വിമൽ, വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് AK-47? 1947 സോവിയറ്റ് യൂണിയന് വേണ്ടി മിഖായേൽ കലാഷ്നിക്കോവ് വികസിപ്പിച്ചെടുത്ത 7.62 mm അസോൾട്ട് റൈഫിലാണ് AK-47. AK എന്നതിൻ്റെ പൂർണ്ണ രൂപം ആഫ്റ്റോമാറ്റ് കലാഷ്നിക്കോവ് എന്നാണ്. 1947 മിഖായേൽ ടിമോഫിയോവിച്ച് കലാഷ്നിക്കോവ് ആണ് ഈ റൈഫിൾ കണ്ടുപിടിച്ചത്. എന്നാൽ ഇത് ഉപയോഗത്തിൽ വന്നത് 1949 മുതലാണ്. കാരണം 1949 സോവിയറ്റ് ആംഡ് ഫോഴ്സ് AK-47 ഔദ്യോഗികമായി അംഗീകരിച്ചത്. ആഫ്റ്റോമാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഓട്ടോമാറ്റിക് എന്നാണ്. 1944 മുതൽ 1947 വരെയുള്ള കാലയളവിലാണ് മിഖായേൽ ഈ ആയുധത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇൾമഷ് ആണ് ഇതിന്റെ നിർമ്മാതാവ്. 4.3 കിലോഗ്രാമാണ് ഈ തോക്കിന്റെ ഭാരം. അതിൽ കാലിയായ മാഗസീന്റെ ഭാരവും കണക്കാക്കപ്പെടുന്നുണ്ട്. 870 mm, അതായത് 34.3 ഇഞ്ചാണ് ഉറപ്പിച്ച ബട്ടണോടൊപ്പം ഉള്ള നീളം. 875 mm, അതായത് 34.4 ഇഞ്ചാണ് മടക്കിയ ബട്ടണോടൊപ്പം. 645 mm, അതായത് 25.4 ഇഞ്ചാണ് ബട്ട് മടക്കി കഴിഞ്ഞാൽ ഉള്ള നീളം. ഇതിന്റെ ബാരലിന് 415 mm, അതായത് 16.3 ഇഞ്ച് നീളമുണ്ട്. ഇതിന്റെ ഗാഡ്രിജിന്റെ സൈസ് 7.62 × 39 mm M43 ആണ്. AK-47 ഗ്യാസ് ഓപ്പറേറ്റീവ് ആൻഡ് റൊട്ടേറ്റിംഗ് ബോൾട്ട് ആയിട്ടുള്ള റൈഫിലാണ്. ഏകദേശം 600 റൗണ്ട് പെർ മിനിറ്റ് റേറ്റ് ഓഫ് ഫയർ കപ്പാസിറ്റി ഉണ്ട്. മസിൽ വെലോസിറ്റി 715 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എഫക്റ്റീവ് റേഞ്ച് 100-നും 800-നും സൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 75 റൗണ്ട് നിറയ്ക്കാവുന്ന വ്യത്യസ്തമായ മാഗസീൻ ബോക്സ് ആണ് ഫീഡ് സിസ്റ്റത്തിലുള്ളത്. സൈറ്റ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മാറ്റുവാൻ കഴിയാവുന്നവയാണ്. 378 mm, അതായത് 14.95 ആണ് സൈറ്റ് റേഡിയസ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ആദ്യമായി അസോൾട്ട് റൈഫിൾ എന്ന ആശയം നടപ്പിലാക്കിയത് ജർമ്മൻകാരാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ മിക്ക ആക്രമണങ്ങളും 400 മീറ്റർ അകത്താണ് നടക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ടായി. അന്നത്തെ ആയുധങ്ങൾ വളരെയധികം ശക്തിയേറിയതായിരുന്നു. ഒരു സബ് മെഷീൻ ഗണ്ണിന്റെ ശക്തിയും ഒപ്പം റൈഫിളിന്റെ പരിധിയും ചേരുന്ന ഒരു തോക്ക് വികസിപ്പിക്കാൻ ജർമ്മൻകാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനായി അവർ ഗാഡ്രിജിന്റെ ഭാരം 7.92 × 57 mm എന്നതിൽ നിന്നും 7.92 × 33 mm ആയി ചുരുക്കുകയും ഭാരം കുറഞ്ഞ വെടിയുണ്ടകൾ ഉപയോഗിക്കുകയും ചെയ്തു. ദൂരപരിധി ചെറുതായിരുന്നെങ്കിലും അതിന്റെ പ്രവർത്തനം നിയന്ത്രണാതീതമായിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായാണ് STG-44 എന്ന റൈഫിൾ നിലവിൽ വന്നത്. 400 മീറ്റർ അകത്താണ് മിക്ക ആക്രമണങ്ങളും നടക്കുന്നതെന്ന് കണ്ടെത്തലിൽ മറ്റൊരു ചിന്ത നൽകി. അത് STG-44 ആകൃഷ്ടരായ സോവിയറ്റുകാർ രണ്ടാം മഹായുദ്ധത്തിന് ശേഷം STG പോലൊരു തോക്ക് വികസിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. റഷ്യൻ കരസേനയിലെ ടാങ്ക് കമാൻഡറായിരുന്നു മിഖായേൽ കലാഷ്നിക്കോവ് ഇതിനുള്ള ശ്രമം ആരംഭിച്ചു. 1941 നാസികൾക്കെതിരെ പട നയിക്കുന്നതിനിടയിൽ കമാൻഡർ ആയിരുന്ന കലാഷ്നിക്കോവിന് മാരകമായ പരിക്കേറ്റു. ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട തോക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്തയിലായിരുന്നു മിഖായേൽ. പ്രധാന ലക്ഷ്യം അവർ ചെളിയും മഞ്ഞും ഉള്ളിടത്ത് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണം എന്നതായിരുന്നു. 2 വർഷത്തിന് ശേഷം കലാഷ്നിക്കോവും സംഘവും അവരുടെ പുതിയ റൈഫിൾ അവതരിപ്പിച്ചു. 30 റൗണ്ട് തീരെ ഉപയോഗിക്കാവുന്ന ബ്രീച്ച് ബ്ലോക്ക് മെക്കാനിസമുള്ള ഗ്യാസ് പ്രവർത്തക തോക്കായിരുന്നു അത്. കലാഷ്നിക്കോവിന്റെ റൈഫിൾ കൂടുതൽ മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടു. A ഡദേവ്, F ബൾക്കി എന്നിവരുടെ മാതൃകയുമായി കലാഷ്നിക്കോവിന്റെ മാതൃക മത്സരിച്ചു. 1946 കലാഷ്നിക്കോവിന്റെ സഹായിയായിരുന്ന അലക്സാണ്ടർ സെക്സേവ് AK-1 മാതൃകയിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും കലാഷ്നിക്കോവിന്റെ തോക്കിന് പ്രചാരം ലഭിച്ചു. മുമ്പുണ്ടായിരുന്ന എല്ലാ റൈഫിൾ സാങ്കേതികതകളുടെയും മിശ്രിതമാണ് AK-47 എന്ന് ചുരുക്കത്തിൽ പറയാം. AK-47 ഏറ്റവും വലിയ പ്രത്യേകത അധികം ചിലവില്ല എന്നുള്ളതും ഒപ്പം മെയിൻ്റനൻസ് കുറവുള്ള ലളിതമായ തോക്കാണെന്ന് എന്നുള്ളതുമാണ്. സോവിയറ്റ് യൂണിയന്റെ പുറമെ അൽബേനിയ, ബൾഗേറിയ, ചൈന, ജർമ്മൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഈജിപ്ത്,
ഹംഗറി, ഇറാഖ്, ഇന്ത്യ, ഫിൻലാൻഡ്, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, പോളണ്ട്, റൊമേനിയ, യുഗോസ്ലാവിയ, സെർബിയ, വിയറ്റ്നാം, വെനിസ്വേല എന്നിവിടങ്ങളിലും AK-47 പഠിപ്പിക്കുന്നുണ്ട്. ഇവയിൽ മിക്കതും AK-47ന്റെ വകഭേദങ്ങളാണ്. ഇന്ത്യയിൽ AK-47, AK-74, AK-100 ശൃംഖലയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. AK-47 1948 മുതൽ 51 വരെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു വകഭേദമാണ്. 7.62 ഗുണം 39 mm ഏറ്റവും പഴയതും ഇപ്പോൾ വളരെ ദുർബലമായ വകഭേദമാണ്. ടൈപ്പ് 1 സ്റ്റാമ്പ്ഡ് മെറ്റൽ റിസീവർ ഇതിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് AK-47 1952. 7.62 ഗുണം 39 mm ആണ്. തടി കൊണ്ടുള്ള പിടിയും ഹാൻഡ് ഗാർഡും ഉണ്ട്. ബാരലും ചേമ്പറും ക്രോം പ്ലേറ്റ് ആണ്. അത് തുരുമ്പിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ഭാരം 4.2 കിലോഗ്രാം ആണ്. ലോകത്ത് ആകമാനം ഇന്നും AK-47 ഉപയോഗിക്കുന്നുണ്ട്. 100 ദശലക്ഷം തോക്കുകൾ വരെ നിർമ്മിച്ചിരുന്ന ഒരു സമയം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും കണ്ണീരിനും കാരണക്കാരനായി ഈ 2024-ലും തൻ്റെ പോരാട്ടം തുടരുകയാണ് AK-47. അപ്പോൾ ഇന്നത്തെ വീഡിയോ AK-47നെ കുറിച്ചായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്.